രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഭക്തിശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. മാതാജി ഹരേ കൃഷ്ണ പ്രണാമ മാതാജി. അപ്പൊ നമ്മൾ ഇന്നലെ 50 വരെ ശ്ലോകം എടുത്തു അല്ലെ? 50 വരെ അല്ലേ എടുത്ത? 50 ആവാനാണല്ലോ സാധ്യത. 50 എടുത്ത് 51 കുറെ ചൊല്ലണേ. 51 തൊട്ട് എടുക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഇന്നലെ 10 ശ്ലോകം എടുത്തുള്ളൂ. 40 തൊട്ടാ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെ? അതെ. അപ്പൊ ഇന്നലത്തെ ശ്ലോകത്തിൽ ഇന്നലെ നമ്മൾ 40ാമത്തെ ശ്ലോകത്തിൽ എന്താ കണ്ടത് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പ്രവർത്തനത്തെ കുറിച്ചാ പറഞ്ഞല്ലേ? ഭക്തിയോഗത്തിലേക്ക് കടന്നു. അപ്പൊ കൃഷ്ണാവബോധത്തോടു കൂടി നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിൽ നഷ്ടവും ലാഭവും സംഭവിക്കുന്നില്ല. മഹാഭയങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ? ചെറിയൊരു ശ്രമം ചെയ്താൽ പോലും നമുക്ക് വലിയ ഭയങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് 40ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ പറഞ്ഞു ആ വഴിക്ക് പോകുന്നവരുടെ ബുദ്ധി എങ്ങനെയാണ്? നിശ്ചയദാർഢ്യമുള്ളവരാണ് അവർ. അവരുടെ ലക്ഷ്യവും ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് വേറെ പല വഴികളില്ല. ഒരേ ഒരു വഴിയുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമുള്ള അവർക്ക് എന്താണ്? കൃഷ്ണാവബോധം, ഭഗവാനെ സേവിക്കാന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തില്ല, വേറെ ദൃഢനിശ്ചയമുള്ളവരാണ് അവര്. അവർക്ക് വേറെ പല ശാഖകളായിട്ടുള്ള ബുദ്ധിയൊന്നല്ല അവരുള്ളവര്. അതെന്ന് 41ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നെ 42ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? പല തരത്തിലുള്ള സ്വർഗപ്രാപ്തി, പുനർജന്മം, പ്രഭാവം, ഇതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. ഫലകാംക്ഷയോടെ കർമ്മം ചെയ്യുന്നവർക്ക് അവര് അങ്ങനത്തെ കാര്യങ്ങളിൽ ആകൃഷ്ടരാകുമ്പോ അവരെ ധാരണ എന്താണ്? അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നില്ല എന്ന് വാദിക്കുന്നതാണ് അവര്. ഇന്ദ്രിയ സുഖങ്ങളും ജീവിതത്തിലെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പുനർജന്മം, അതുപോലെ തന്നെ സ്വർഗലോക പ്രാപ്തി, ഇത്തരത്തിൽ ചെയ്യുന്നവരെന്താ വെച്ച് കഴിഞ്ഞാൽ അല്പബുദ്ധികളായിട്ടുള്ളവര് അതിൽ ആസക്തരാകും. അവരെ ധാരണ എന്താണ്? ഇതിനേക്കാളും വേറെ ഒന്നുമില്ല, ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് അവര് വാദിക്കുന്നത്. അതാണ് 42, 43 ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു, ഭൗതികമായിട്ടുള്ള ഐശ്വര്യത്തിലും അത്തരത്തിലുള്ള സുഖാനുഭവങ്ങളിലുള്ള ആസക്തരായവർക്ക് എന്തായിരിക്കും? അവർക്ക് ഭഗവത് സേവനം നടത്താൻ വേണ്ട നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ട്, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞതാണ്, ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ട് ഒരാൾ എന്ത് ചെയ്യണം? ആത്മീയ ബോധത്തിൽ സ്ഥിരനാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുക? ഇതിലേക്ക് കടക്കാനായിട്ട്, ആത്മീയ ലോകത്തിലേക്ക് കടക്കാൻ സാധിക്കുക. ത്രിഗുണങ്ങൾക്ക് അതീതനാകണം നമ്മൾ എന്നാണ് 45ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു 46ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അവിടെയാണ് പഞ്ചമവേദത്തെ കുറിച്ച് പറഞ്ഞത് അല്ലെ? നമ്മള് പറഞ്ഞത് 5ാമത്തെ വേദമായിട്ടാണ് എന്ത് പറയുന്നത്? മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഭഗവത്ഗീത 5ാമത്തെ വേദമായിട്ടാണ് മഹാഭാരതത്തിനെ പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. 46ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തുകൊണ്ട് സാധിക്കും? ഒരു ജലസംഭരണി കൊണ്ടും സാധിക്കും എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ വേദങ്ങളിൽ അധിഷ്ഠമായതെന്തും അതിന്റെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാൻ സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞത് ഒരു ആത്മജ്ഞാനിക്ക് വേദഫലങ്ങളില് ഒട്ടും എന്തുണ്ടാവില്ല, ആസക്തി ഉണ്ടാവില്ല. അപ്പൊ ഒരു ചെറിയൊരു ജലാശയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, കിണറിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് ഒരു ആത്മജ്ഞാനിക്ക് വേദങ്ങളുടെ ഫലങ്ങളിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ആസക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞെന്താണ്, കർത്തവ്യം ചെയ്യാൻ ഓരോരുത്തർക്കും എന്ത് വേണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം ചെയ്യണം, അതിന്റെ ഫലത്തിൽ നമ്മൾ ആശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, അതിന്റെ ഫലത്തിൽ നമ്മൾ ആശിക്കാനായിട്ട് പാടില്ല. 3 വിധിക്കപ്പെട്ട കർമ്മങ്ങളെ 3 തരത്തിൽ തിരിച്ചു. ഏതൊക്കെയാണ്? ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാനുസരണം ചെയ്യുന്ന കർമ്മങ്ങള്. ദൈനംദിന കർമ്മങ്ങള് നമ്മൾ നിത്യേന ചെയ്തു പോകുന്ന കർമ്മങ്ങള്. നൈമിത്തിക കർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിത്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങള്. സ്വേച്ഛാപ്രകാരം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെ 3 തരത്തിൽ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, വിജയ പരാജയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സമചിത്തത പാലിക്കണം. സമചിത്തത പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കർത്തവ്യം ചെയ്യാം. അതാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യോഗം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്, ഭക്തിയുടെ സേവനം കൊണ്ട് ജുഗുപ്താസാവമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവകറ്റി നിർത്തണം. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ശരണം പ്രാപിക്കുക. കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാരാണ്? കൃപണന്മാരാണെന്നാണ് പറഞ്ഞത്. നമ്മള് കൃപണൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കൃപണൻ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് കൃപണൻ? പിശുക്കന്മാരാണെന്നല്ലേ, പിശുക്കന്മാരാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഫലാസക്തിയുള്ള കർമ്മം എങ്ങനെയാണ്? താഴ്ന്ന കർമ്മമായിട്ടാ പറഞ്ഞത്. ഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ ഏറ്റവും താഴ്ന്ന കർമ്മമായിട്ടാണ് എന്തിനെ പറയുന്നത്? ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ പറയുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട കർമ്മം എങ്ങനെയാണ്? ബുദ്ധിയോഗം, കൃഷ്ണാവബോധത്തോടുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം. ഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ്? താഴ്ന്ന തരത്തിലുള്ള കർമ്മമാണെന്ന് മനസ്സിലാക്കി. ഈ ബുദ്ധിയോഗം ഉള്ളവര് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് എന്ത് സാധിക്കും? പുണ്യപാപ കർമ്മങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് കർമ്മത്തില് എന്തുണ്ടാവില്ല, അവർക്ക് അവര് കർമ്മത്തിലെ കൗശലനാകുന്ന പറയുന്നത്, കർമ്മത്തിന്റെ കൗശലക്കാരായിട്ട് മാറും. അതായത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം ഏതാണ്? ബുദ്ധിയോഗമാണ്, കൃഷ്ണാവബോധത്തോടുള്ള പ്രവർത്തനമാണെന്ന് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? അത്തരത്തിലുള്ള കർമ്മം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞപ്പോ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? പുണ്യപാപങ്ങളൊക്കെ അതിജീവിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണാവബോധത്തിന്, കർമ്മയോഗത്തിന് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. കാരണം ബുദ്ധിയുള്ളവർ ചെയ്യുന്നതാണ് എന്ത്? കൃഷ്ണാവബോധം. അതുകൊണ്ട് നമുക്ക് അതിനെ ബുദ്ധിയോഗം എന്ന് പറയാനായിട്ട് സാധിക്കും. ബുദ്ധിയോഗം ഉള്ളവരെന്ത് ചെയ്യും? അപ്പൊ ഈ പുണ്യപാപ ഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ ഇതുവരെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ, 50ാമത്തെ ശ്ലോകം വരെ. അറ്റൻഡൻസ് ഇട്ടാൽ ഉപകാരമായിരുന്നു. കാണില്ല, ഞാൻ അത് വെച്ച് വിളിച്ചിട്ടില്ല. ഓൺ കർണാടക ലിങ്ക് വന്നു മാതാജി. മാതാജി അറ്റൻഡൻസിന്റെ ലിങ്ക് വന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി എന്റെ അറ്റൻഡൻസ് വിടും കേട്ടോ. സീത മാതാജി ഞാൻ ഇട്ടിട്ടുണ്ട് മാതാജി. ഓക്കെ ഓക്കെ. ഇടും. ഹരേ കൃഷ്ണ. വന്ന് ലിങ്ക് വന്നു ഇപ്പോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്താ മനീഷിണഃ ജന്മഭക്ത വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി അവർ ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കുപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ശ്ലോകത്തില് 50ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്?
ബുദ്ധിയുള്ളവര് അല്ലെ കർമ്മത്തിന്റെ കൗശലതയാണ് എന്ന് പറഞ്ഞു നമ്മള് ബുദ്ധിയോഗം എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? കർമ്മയോഗം ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്രകാരം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഈ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തോടു കൂടി അല്ലെങ്കിൽ കർമ്മയോഗം ചെയ്യുന്നത് കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഋഷീശ്വരന്മാർക്കൊക്കെ എന്ത് സാധിക്കും? ഈ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകാനായിട്ട് സാധിക്കും. അങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കുപരിയായ അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് കടക്കാം? ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കും. അത് മോചിതനാകണമെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം? ഈ ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ ലോകത്തിലേക്ക് കടക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും സകലത കഷ്ടതകൾക്ക് ഉപരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീമദ് ഭാഗവതം 10ാം അധ്യായം 10ാം സ്കന്ധം 14ാം അധ്യായം 58ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകൾപെറ്റവനുമായ കൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. അപ്പോൾ പറയുന്നത് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അവിടെ നമ്മുടെ ഈ സംസാരമാകുന്ന ഈ സമുദ്രം എന്ന് പറയുന്നത് എങ്ങനെയുള്ളവർക്കാണ്? ഭഗവാന്റെ പാദങ്ങളിൽ അഭയം തേടിയവർക്ക്. അവർക്ക് ഇത് പശുവിൻ കുളമ്പടിയിൽ പതിഞ്ഞൊരു വെള്ളം പോലെ തുച്ഛമാണ്. അത്രയും ചെറുതാണ് അവർക്ക്. ഭഗവാന്റെ ഭക്തന്മാർക്ക്, ഭഗവാനെ ശരണം പ്രാപിച്ചവരെ സംബന്ധിച്ച് ഈ സംസാര സാഗരം എന്ന് പറയുന്നത്, സംസാര സാഗരം എന്ന് വെച്ചാൽ ഒരു പശുവിന്റെ കുളമ്പടി പതിഞ്ഞ വെള്ളം പോലെ തുച്ഛമാണ്. അങ്ങനെയുള്ളവർക്ക് ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ വൈകുണ്ഠമാണ് ആരുടെ ലക്ഷ്യം? അത്തരത്തിലുള്ള ഭഗവാന്റെ പരമപദത്തില് ശരണം പ്രാപിച്ചവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിഞ്ഞിരിക്കുന്ന ഈ ഭൗതിക ലോകം എല്ലാവരും ലക്ഷ്യമിടുന്നത്. അവരുടെ ലക്ഷ്യം ഏതാണ്? ഭഗവാന്റെ വൈകുണ്ഠ ലോകം ആണ് അവരുടെ ലക്ഷ്യം. കുണ്ഠിതങ്ങളില്ലാത്ത, ശോകങ്ങളില്ലാത്ത ലോകമാണ് അവരുടെ ലക്ഷ്യം. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണിത ഫലങ്ങളെ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതരുമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എങ്ങും ഏതു വിധത്തിലുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എങ്ങും കൊടി കുത്തി വാഴുന്നുണ്ട്. അപ്പൊ ബുദ്ധിഹീനന്മാര് അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണത ഫലങ്ങൾ തങ്ങളെ തൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭത്തിന് അനുസൃതമായിട്ട് അവർ പ്രവർത്തിക്കും. ബുദ്ധിഹീനന്മാർ എന്ത് വിചാരിക്കും? കാമ്യകർമ്മങ്ങള്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങള്, അതിന്റെ ഫലങ്ങള് തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ സന്ദർഭത്തിന് അനുചിതമായിട്ട് അവർ പ്രവർത്തിക്കും. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതു വിധത്തിലുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തില് ഏത് ശരീരം നമ്മൾ എടുത്താലും, മനുഷ്യന്റെ തന്നെയല്ല, മൃഗത്തിന്റെ എടുത്താലും, പക്ഷിയുടെ എടുത്താലും, വൃക്ഷത്തിന്റെ എടുത്താലും, ഏതിന്റെ എടുത്താലും ശോകരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല എന്നുള്ളത് ആർക്കറിയില്ല? ഈ ബുദ്ധിഹീനന്മാർക്കറിയില്ല. അവര് എങ്ങനെയാണ് പറഞ്ഞത്? ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഈ ജന്മമൃത്യു, ജരാവ്യാധി എന്നീ ജീവിത ക്ലേശങ്ങള് ഈ പ്രപഞ്ചത്തില് എല്ലായിടവും ഉണ്ടെന്നുള്ളത് ആര് ചിന്തിക്കുന്നില്ല? ഈ ബുദ്ധിഹീനന്മാര് ചിന്തിക്കുന്നില്ല. സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? കുറച്ച് ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ബുദ്ധിഹീനന്മാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് ഈ ജന്മ, മൃത്യു, ജരാവ്യാധി എന്നീ പറഞ്ഞ ക്ലേശങ്ങള് ഈ പ്രപഞ്ചത്തിൽ എവിടെ ഏത് രൂപത്തിൽ നമ്മൾ ജനിച്ചാലും നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ബുദ്ധിഹീനന്മാര് അജ്ഞാനം കൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്വയം ഈശ്വരനായിക്കൊണ്ട് മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണെന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നോ തന്നെ പറയാം. അപ്പൊ സ്വയം ഈശ്വരനായിക്കൊണ്ട് മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണ ചക്രങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അപ്പൊ
മനുഷ്യര് സ്വയം വിചാരിക്കുന്ന എന്താണ്, ഞാനാണ് ഈശ്വരൻ എന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട്, അതായത് ഞാൻ സേവകനല്ല ആസ്വാദകനാണെന്ന് ചിന്തിക്കുന്നു. അതായത് ഭഗവാൻ പരമാസ്വാദകനും ജീവാത്മാക്കള് സേവകന്മാരുമാണ്. പക്ഷെ മനുഷ്യരെന്ത് ചിന്തിക്കുന്നു, ഞാൻ ആസ്വാദകനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും, വീണ്ടും ഈ ജനന മരണത്തില് വഴിയൊരുക്കും. അപ്പോ തന്റെ നില ദാസന്റേതാണെന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലോ ഭഗവാന്റെ സേവനത്തിന് മുതിരുന്നു. അപ്പൊ ആ വ്യക്തിക്ക് എന്ത് കിട്ടും, വൈകുണ്ഠ പ്രാപ്തി സാധ്യമാകും. കൃഷ്ണന് വേണ്ടിയിട്ടുള്ള സേവനത്തെ നമുക്ക് എന്തെന്ന് പറയാം, കർമ്മയോഗം എന്ന് പറയാം, ബുദ്ധിയോഗം എന്ന് പറയാം, ഭഗവത് സേവനം എന്ന് പറയാം. കർമ്മയോഗം നമ്മളെല്ലാതും കർമ്മങ്ങളെല്ലാം ഭഗവാനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു. ബുദ്ധിയോഗം എന്നും കൂടി ഇതിനെ പറയും, നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരില്ല, പാപകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ രണ്ടും ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അല്ലെങ്കിൽ ഇതിനെ ഭഗവത് സേവനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ മാതാജിത് ഏതാ ശ്ലോകം? 52. ഓക്കെ, ഹരേ കൃഷ്ണ. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. ഇവിടെ പറയുന്നത് ബുദ്ധി നമ്മുടെ വ്യാമോഹമാകുന്ന ആ നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നമ്മൾ എങ്ങനെയായിട്ട് മാറും, ഉദാസീനനായിട്ട് മാറും. നമുക്ക് പിന്നെ നമുക്ക് എന്ത് വരുന്നില്ല, നമ്മള് ഒരു ഉദാസീനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയാ, നമ്മള് അതിനെ കുറിച്ച് നമുക്കൊന്നും ഇല്ല, നമ്മളൊരു എക്സ്പ്രഷനും ഇല്ല, നമുക്കൊരു ഭാവവും ഇല്ല. അതായത് ഇവിടെ മടി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, കാരണം ഒന്നുമില്ല, നമ്മളൊരു ഒരു രീതിയിലും അതിനെ കൺസിഡർ ചെയ്യാത്തൊരവസ്ഥ, നമ്മൾ പരിഗണിക്കാത്തൊരവസ്ഥ. നമ്മള് ബുദ്ധി വ്യാമോഹം എന്ന നിബിഡവനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ എങ്ങനെയായിട്ട് മാറും, ഉദാസീനനായിട്ട് മാറുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ നമ്മൾ പരിഗണിക്കുന്ന ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകും. അതായത് നമ്മുടെ ആ വ്യാമോഹത്തിനെ മാറ്റുമ്പോൾ നമുക്ക് എന്താണ്, ആ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായിട്ട് മാറും പറയുന്നുണ്ടോ ഇവിടെ. അതെ, ഭക്തന്മാരുടെ ജീവിത കഥകളിൽ അവർ ഭക്തിയോഗ സേവനത്തിൽ ഭഗവത് സേവനത്തിൽ മുഴുകുകയാൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനന്മാരാകുന്നു. കൃഷ്ണനെ കുറിച്ച് താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റിയും ശരിക്കറിയാവുന്ന ഒരാൾ അനുഭവ സമ്പന്നനായ ഒരു ബ്രാഹ്മണനായാലും ശരി ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഭക്തന്മാരുടെ ജീവിത കഥകളില് അവർ ഭഗവത് സേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് വേദോക്തങ്ങളായിട്ടുള്ള ചടങ്ങുകളിൽ എങ്ങനെയായിട്ട് മാറും, ഉദാസീനരാകും. ഭക്തന്മാരുടെ ജീവിത കഥകളില് അവർ എപ്പോഴും ഭഗവത് സേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് വേദോക്തങ്ങളായിട്ടുള്ള ചടങ്ങുകളിൽ അവർ ഉദാസീനരാകും. കൃഷ്ണനെ കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റിയും ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തി അനുഭവ സമ്പന്നനായ ഒരു ബ്രാഹ്മണനായാലും ശരി ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്, സാധാരണ നമുക്ക് ഉദാസീനം എന്ന് വെച്ചാൽ മടി എന്ന് പറയാം, അലസത എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഭക്തന്മാരുടെ ജീവിത കഥകളിൽ ഭഗവത് സേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് തന്നെ വേദോക്തങ്ങളായിട്ടുള്ള ചടങ്ങുകളിൽ നമ്മൾ എന്താണ് ഉദാസീനരായിട്ട് മാറും. അതായത് നമ്മൾ അതിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല, നമ്മളൊരു നിർവികാര അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കും. കാരണം കൃഷ്ണനെ കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ കുറിച്ചും ആ വ്യക്തിക്ക് ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ആരായാലും, അനുഭവ സമ്പന്നരായിട്ടുള്ള ഒരു ബ്രാഹ്മണനായാലും ശരി ആരായാലും ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. അപ്പോ എന്താ അറിയാം, ഭഗവാനെ കുറിച്ച് അറിയാം, താനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും അറിയാം, എല്ലാതും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് അയാൾ എങ്ങനെയായിരിക്കും, ഉദാസീനനായിരിക്കും. ഉദാഹരണം പറയുന്നത് ഇവിടെ മാധവേന്ദ്രപുരിയെ കുറിച്ചാണ് പറയുന്നത്. മാധവേന്ദ്രപുരി എന്ന് വെച്ചാല് നമുക്കറിയാം, നമ്മളെ ഈ ഇസ്കോണില് നമ്മൾ ഈ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ, അതില് ആ പ്രേമഭക്തി ശരിക്കും കൊണ്ടുവന്നത് ആരാണ് ഇവിടെ, മാധവേന്ദ്രപുരിയാണ്. അത് ഈ പ്രേമഭക്തിയില് ഭഗവാൻ ആരാധിക്കുന്ന, നമ്മളെ ഒരു പ്രേമഭാവത്തില് ഭഗവാൻ ആരാധിക്കുന്നതിന് അത് ശരിക്കും നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് ആക്കി തന്നത് മാധവേന്ദ്രപുരി. നമുക്ക് ലാസ്റ്റ് പറയാം അദ്ദേഹത്തെ കുറിച്ച്.
ശ്ലോകം 53. ശ്രുതി വിപ്രതിപന്നാത്തെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധ വചല ബുദ്ധി തഥാ യോഗാമവാപ്സ്യസി. എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അറ്റൻഡൻസ് ലിങ്ക് ഒരു പ്രാവശ്യം ഇടാൻ പാടൂ മാതാജി. എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എപ്പോഴാണോ നിന്റെ മനസ്സ് അലങ്കൃത വാക്യങ്ങൾക്കൊന്നും വശപ്പെടാതെ, നമ്മള് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്കൊന്നും വശപ്പെടാതെ നിന്റെ മനസ്സ് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഉറച്ചു നിൽക്കുന്നത്, അപ്പോ നിനക്ക് എന്ത് മനസ്സിലാക്കാം? നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണോ നിന്റെ മനസ്സിൽ എന്ത് വരുന്നില്ല, ഈ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളൊന്നും നിനക്ക് വശപ്പെടുന്നില്ല, നീ അതിലൊന്നും വശീകരിക്കപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഉറച്ചു നിൽക്കുന്നത്, അപ്പോ നിനക്ക് എന്ത് മനസ്സിലാക്കാം? ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനായി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമാധിസ്ഥനായി എന്നതിന് പൂർണ്ണമായും കൃഷ്ണാവബോധം നേടിയവൻ എന്നാണ് അർത്ഥം. അപ്പൊ സമാധിസ്ഥനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത്? പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധം നേടിയെന്ന് അർത്ഥമാക്കാം. പൂർണ്ണ സമാധി കൈവരിച്ച മനുഷ്യൻ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും അറിഞ്ഞു കഴിഞ്ഞു. അതായത് പൂർണ്ണമായിട്ടും സമാധി കൈവരിച്ച വ്യക്തി എങ്ങനെയാണ്? ബ്രഹ്മത്തെ കുറിച്ച് മനസ്സിലാക്കി, ഭഗവാനെ കുറിച്ചും മനസ്സിലാക്കി, പരമാത്മാവിനെയും കുറിച്ച് മനസ്സിലാക്കി. താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്നും കൃഷ്ണാവബോധപൂർവം കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് തന്റെ കടമയെന്നും അറിയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠ. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടിയൊരു വ്യക്തിക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? തന്നെ കുറിച്ച് അറിയാൻ സാധിക്കും, തന്റെ മൂല സ്വരൂപത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. താൻ എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസനാണ്, സേവകനാണെന്നും അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേറെന്ത് മനസ്സിലാക്കാം? ഭഗവാൻ ആസ്വാദകനാണ്, സേവകനാണ്. തന്റെ കടമ എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തോടു കൂടി ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളതാണെന്നും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ എത്തുന്ന ഇതാണ് പറയുന്നത് ആത്മസാക്ഷാത്കാരം. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. അറ്റൻഡൻസ് വന്നില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. കുറച്ച് മേലോട്ട് പോയാൽ കിട്ടും. ചാറ്റില് നോക്കും മാതാജി, കിട്ടും. ഉണ്ട്, ഇട്ടു. ഇല്ല മാതാജി, ഇല്ല മാതാജി. ഡിലീറ്റ് ആയി. പിന്നെ കയറിയവർക്ക് കിട്ടില്ല. ഉഷ മാതാജി ഹരേ കൃഷ്ണ, അറ്റൻഡൻസിന്റെ ലിങ്ക് പോയിട്ടുണ്ടാവും, നിങ്ങക്ക് ഉണ്ടായിണ്ടാവില്ല, ഇട്ടുണ്ടാവില്ല, ലേറ്റ് ആയി ഉണ്ടാവും കേറിയപ്പോ. അർജുന ഉവാച സ്ഥിത പ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥികാധീം കീ പ്രഭാഷേത കിമാ സീതാ വ്രജേത കീം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്? സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കും? അപ്പൊ ഇവിടെ ഇനി അർജുനൻ ചോദിക്കുന്നത്, ഇവിടെ പറഞ്ഞില്ല നീ ദിവ്യാവബോധം കൈവരിച്ചവനായി തീരുന്ന പറഞ്ഞത് ഭഗവാൻ അർജുനനോട്. കാരണം വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്കൊന്നും വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കൈവരിക്കാൻ സാധിക്കും? ദിവ്യ അവബോധം കൈവരിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളെ ഇന്ദ്രിയങ്ങളും എല്ലാം നിയന്ത്രിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പൊ അർജുനൻ ചോദിക്കുന്നത്, ഈ ദിവ്യാവബോധ സ്ഥിതനായിട്ടുള്ള ദിവ്യാവബോധം കൈവരിക്കുന്നല്ലേ പറഞ്ഞത്, ആ ദിവ്യാവബോധം കൈവരിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഭാഷ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കും? സംസാരവും എങ്ങനെയായിരിക്കും എന്നാണ് അർജുനന് അറിയേണ്ടത്. അതാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. കൃഷ്ണാവബോധമാർന്ന ഒരാൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. എന്തെന്നാൽ ഏതൊരാളുടെയും വൈശിഷ്ട്യത്തിന്റെ മാനദണ്ഡം സംഭാഷണമാണ്. സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു വിഡ്ഢിയെ തിരിച്ചറിയാൻ കഴിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. മൗനിയായിരിക്കെ ഒരാളെ വിഡ്ഢി എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്, വിശേഷിച്ചും നല്ലവണ്ണം വസ്ത്രധാരണം ചെയ്ത ഒരു വിഡ്ഢിയെ. പക്ഷെ സംസാരിച്ചു തുടങ്ങിയാൽ ഉടനെ ആ രഹസ്യം വെളിപ്പെടും. കൃഷ്ണാവബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെ കുറിച്ചും കൃഷ്ണ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു എന്നതാണ്. അപ്പൊ കൃഷ്ണാവബോധമാർന്ന ഒരാള് സംസാരിക്കുമ്പോ എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് എന്ത് പ്രാധാന്യം.
അതായത് ഏതൊരാളെയും നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ആ വ്യക്തിയെ അളക്കുന്നത്, ആ വ്യക്തിയുടെ അളക്കുന്ന മാനദണ്ഡം എന്താണ്? സംഭാഷണമാണ്. സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തി എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. തുടങ്ങുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നാ പറയുന്നത് ഇവിടെ. അപ്പോ മൗനമായിരിക്കെ ആ വ്യക്തി വ്യക്തിയാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ വിശേഷിച്ചും നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ളവരാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തോടെ ഉള്ള വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്, കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്, സംസാരിക്കുന്നത് ആരെ കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ചായിരിക്കും. ഭഗവാനെ കുറിച്ചും ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടാവില്ല? കൃഷ്ണാവബോധം മാറുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു നല്ലൊരു പോയിന്റ്. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ ഉവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടാ സ്ഥിത പ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയകാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത്, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഇന്ദ്രിയകാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം നമ്മളെ മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇന്ദ്രിയ ആഗ്രഹങ്ങൾ അതിനെ നമ്മൾ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കുക, പിന്നെ ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുന്ന വ്യക്തിയെ എന്തു പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് ത്യജിക്കാൻ സാധിക്കുക, മനസ്സ് ശുദ്ധീകരിക്കപ്പെടാ, ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുക. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് എല്ലാ തരത്തിലുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അതെല്ലാം ത്യജിച്ച വ്യക്തിയാണ് ആര്? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത് സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ സമുത്കൃഷ്ട നിലയിൽ എത്താത്തവരാകട്ടെ കൽപ്പിതങ്ങളായവയെ ആശ്രയിച്ച ജീവിക്കുന്നത് കൊണ്ട് ആ യോഗ്യതകൾ ഉണ്ടാവില്ല താനും എന്നതാണ് ഭാഗവതം തറപ്പിച്ചു പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധമാർന്ന അല്ലെങ്കിൽ ഭഗവത് സേവന നിരതനായവൻ എന്താണ്? മഹർഷിമാർക്കുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മഹർഷിമാർക്കുള്ള എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടാവും. ആ സമുത്കൃഷ്ട നിലയിൽ എത്താത്തവരാണെങ്കിലോ അവര് അത്തരത്തിലുള്ള യോഗ്യതകളൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നാണ് ഇതിൽ പറയുന്നത്, ഭാഗവതം പറയുന്നത്. പൂർണ്ണ വികാസം ആർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം സംതൃപ്തനാകുന്നു. അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരാൾക്ക് നിസാരമായ ഭൗതിക തൃഷ്ണകളിൽ താല്പര്യം ഉണ്ടാവില്ല. ശ്രീ ഭഗവാന്റെ നിത്യദാസൻ എന്ന അവസ്ഥയിൽ പരമ സന്തുഷ്ടനായിരിക്കും അദ്ദേഹം. അപ്പൊ പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു ആത്മാവ് എന്ത് മനസ്സിലാക്കും? താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും അദ്ദേഹം സ്വയം അതില് തൃപ്തനാകുകയും ചെയ്യും. അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരാൾക്ക് നിസാരമായിട്ടുള്ള ഭൗതിക തൃഷ്ണകളിൽ താല്പര്യം ആർക്കുണ്ടാവില്ല? അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അയാള് ഭഗവാന്റെ നിത്യദാസനാണെന്ന അവസ്ഥയിൽ എപ്പോഴും പരമസന്തുഷ്ടനായിരിക്കും. എങ്ങനെയുള്ള വ്യക്തികള്? അതീന്ദ്രിയ അവസ്ഥയിലുള്ള വ്യക്തികള് ഭഗവാന്റെ നിത്യദാസനാണ് താൻ എന്നുള്ള ആ ഒരു അവസ്ഥയില് സന്തുഷ്ടനായിരിക്കും എപ്പോഴും. ദുഃഖേഷു അനുദിഗ്മനഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗ ഭയക്രോധ സ്ഥിതാധീർമുനിരുച്യതേ. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെ ദുഃഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്നും വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവില്, ത്രിവിധ ക്ലേശങ്ങൾ, 3 തരത്തിലുള്ള ക്ലേശങ്ങൾ ഏതൊക്കെയാണത്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ, സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെ, ആസക്തി, ഭയം, ക്രോധം ഇതിൽ നിന്നെല്ലാം വിമുക്തനായിക്കൊണ്ട് ഇരിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് വേണം? 3 തരത്തിലുള്ള ക്ലേശങ്ങളുടെ നടുവിൽ നമ്മൾ എന്ത് പാടില്ല? മനസ്സ് പ്രക്ഷുബ്ധമാകാൻ പാടില്ല. സുഖത്തിലും അമിതമായി സന്തോഷിക്കാൻ പാടില്ല.
ദുഃഖത്തിലും നമ്മൾ അധികം ദുഃഖിക്കാണ്ട് ആസക്തിയും ഭയവും ക്രോധം ഇതിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള വ്യക്തിയെ നമുക്ക് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. ഇവിടെ പറയുന്നത് 3 തരത്തിലുള്ള ക്ലേശങ്ങളുടെ നടുവില്. 3 ക്ലേശങ്ങൾ ഏതൊക്കെയാണ് പറയുന്നില്ല അല്ലെ? 3 തരത്തിലുള്ള ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാല് ആദി ഭൗതികം, ആദി ദൈവികം. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികത്തിലുള്ള വരുന്ന പ്രകൃതി അല്ല, ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഭൗതികത്തില് വരുന്ന പ്രകൃതിയുള്ള പ്രക്ഷോഭം പ്രകൃതികൾട്ടും വരില്ലേ? പഠിച്ചിട്ടുണ്ട്. ആദി ഭൗതികത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഏതൊക്കെയാ വരുന്നത്? നമ്മുടെ എന്താണ് ശരീരം കൊണ്ട് ആധ്യാത്മികമാണ് അത്. അല്ലല്ല, ഭൗതികം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളത്. മാതാജി തന്നെ പറഞ്ഞു തന്നുണ്ട്, കേട്ടോർ ഓർമ്മ. ദൈവികല്ല, ദേവന്മാരെ കൊണ്ടുണ്ടാവുന്ന ക്ലേശങ്ങള്. ഭൗതികം, ആദി ഭൗതികം മറ്റുള്ള ജീവജാലങ്ങളെ ആധ്യാത്മികം ശരീരം മനസ്സ് വിഷമങ്ങൾ വരുന്നത് ആധ്യാത്മികം. ആദി ഭൗതികം എന്ന് വെച്ചാല് മറ്റുള്ള ജീവജാലങ്ങൾ കൊണ്ട്, നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, മറ്റുള്ള ജീവജാലങ്ങൾ കൊണ്ട് ശത്രുക്കളെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് എന്ത് ആദി ഭൗതികം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് ആദി ഭൗതികം. ആദി ദൈവികം എന്ന് പറഞ്ഞാല് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത്, അതായത് മറ്റുള്ള ദേവന്മാരെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് എന്ത് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടല്, വരൾച്ച, ഇതൊക്കെ മഴ, ഇതൊക്കെ എന്താണ് നമുക്ക് ദേവന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങള് ആദി ദൈവികം എന്ന് പറയാം. ആധ്യാത്മികം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, അസുഖങ്ങൾ വരുന്നതൊക്കെ എന്താണ് ആധ്യാത്മികത്തിൽ പറയാം. ഇതാണ് 3 തരത്തിലുള്ള ക്ലേശങ്ങൾ. ആധ്യാത്മികം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന ക്ലേശങ്ങള്. ആദി ഭൗതികം എന്ന് പറഞ്ഞാല് ശത്രുക്കളെ കൊണ്ട്, ജീവജാലങ്ങളെ കൊണ്ട്, മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ട്, ശത്രുക്കളെ കൊണ്ടൊക്കെ നമ്മളെ മറ്റുള്ള ജീവാത്മാക്കൾ, ജീവജാലങ്ങൾ അതിനെ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങള്. ആദി ദൈവികം എന്ന് പറഞ്ഞാല് ഭൗതിക പ്രകൃതിയെ കൊണ്ട്, അതല്ലെങ്കിൽ ദേവന്മാരെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് ആദി ദൈവികം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായാലും നമുക്ക് എന്ത് വരുന്നില്ല, നമുക്കതിന് നമ്മള് പ്രക്ഷുബ്ധനാവാതിരിക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണ് ആര് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ബുദ്ധിപരങ്ങളായ പരിവേഷണങ്ങളുടെ മണ്ഡലം കടന്നുപോയി ഭഗവാൻ വാസുദേവനാണ് സർവവുമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തെ സ്ഥിതധീയായ മുനി എന്ന് പറയാം. അത്രമേൽ കൃഷ്ണാവബോധം ഉദിച്ച ഒരാളെ ത്രിവിധ ദുഃഖങ്ങൾ അലട്ടുകയില്ല. ചെയ്തു പോയ ദുഷ്കർമ്മങ്ങൾ മൂലം താൻ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന ബോധത്തോടെ ക്ലേശാനുഭവങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യമായി അയാൾ സ്വീകരിക്കുന്നു. ആ കരുണ കൊണ്ട് തന്റെ ക്ലേശങ്ങൾ എത്രയും ലഘൂകരിക്കപ്പെടുന്നതായി കാണുകയും ചെയ്യുന്നു. സന്തോഷാവസരത്തിൽ താൻ അത് അർഹിക്കില്ലെന്ന് കരുതി അത് ഭഗവത് പ്രസാദമാണെന്ന് ഉറയ്ക്കുന്നു. അതായത് ബുദ്ധിപരമായിട്ടുള്ള പരിവേഷണങ്ങളുടെ മണ്ഡലം കടന്നുപോയി ഭഗവാൻ വാസുദേവൻ ആണ് സർവമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തെ സ്ഥിതധീയമായ മുനി എന്ന് പറയാം. അപ്പൊ അതായത് ഭഗവാൻ കൃഷ്ണനാണ് സർവ്വതും ആയിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ആ വ്യക്തി നമ്മളെന്ന് പറഞ്ഞ സ്ഥിതധീയായ മുനി എന്ന് പറയാം. സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയെ പറയുന്നതാണ് സ്ഥിതധീയനായിട്ടുള്ള ഒരു മുനിയാണെന്ന് പറയാം. ബുദ്ധിപര്യങ്ങളായിട്ടുള്ള പരിവേഷണങ്ങളുടെ മണ്ഡലം കടന്നു പോയിട്ട്, അതായത് ഭഗവാനാണ് സർവ്വതും എന്ന് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തി. അത്രമേൽ കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ത്രിവിധ ക്ലേശങ്ങളൊന്നും ആ വ്യക്തിയെ അലട്ടുന്നില്ല. ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം താൻ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന ബോധത്തോടെ ക്ലേശത്തിന്റെ അനുഭവങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യമായിട്ട് അയാൾ സ്വീകരിക്കുന്നു. അയാളുടെ ധാരണ എങ്ങനെയാണ്, കുറെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോ ഇതിനേക്കാളും കൂടുതൽ ശിക്ഷ ഞാൻ അർഹിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇതിനേക്കാളും കൂടുതൽ ഞാൻ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ കുറെ എനിക്ക് എന്ത് അനുഭവിക്കാനുണ്ട്, ശിക്ഷകൾ അനുഭവിക്കാനുണ്ട്. പക്ഷെ എനിക്ക് അനുഭവിക്കുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങളാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്, അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു.
അതുകൊണ്ട് ആ കരുണ കൊണ്ട് തന്റെ ക്ലേശങ്ങൾ എത്രയും ലഘൂകരിക്കപ്പെട്ടതായി കാണുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോ അദ്ദേഹം എന്താ കരുതുന്നത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതിനനുസരിച്ച് അത്രയും ക്ലേശങ്ങൾ എനിക്ക് ഭഗവാൻ തരുന്നില്ല, അത് ലഘൂകരിക്കപ്പെട്ടതായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. സന്തോഷാവസരത്തിൽ താൻ അതിന് അർഹനല്ലെന്നും ആ വ്യക്തി കാണുന്നു. അതായത് സന്തോഷം വരുമ്പോ ഇത് ഭഗവാന്റെ പ്രസാദമാണ്, എനിക്ക് ഇതിനുള്ള യോഗ്യത ഇല്ലെന്നാണ് ആര് കാണുന്നത്? ഇത്തരത്തിലുള്ള ഭക്തന്മാർ, ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ വ്യക്തികള് കാണുന്നത്. സ്ഥിതപ്രജ്ഞനെ പോലുള്ള സ്ഥിതപ്രജ്ഞൻ അങ്ങനെ ഉള്ള വ്യക്തികളെ കാണുന്നത് അങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നത്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭക്തന് ശക്തിയോ ആസക്തിയോ വിരക്തിയോ ഇല്ല. എന്തെന്നാൽ ആ ജീവിതം ഭഗവത് സേവനത്തിന് സമർപ്പിതമാണ്. അതുകൊണ്ട് തന്റെ ഉദ്യമങ്ങൾക്ക് സാഫല്യം ഉണ്ടായില്ലെങ്കിലും ഭക്തന് ക്രോധം ഉദിക്കാറില്ല. ജയമോ പരാജയമോ ആകട്ടെ, കൃഷ്ണാവബോധമാർന്ന ആളെപ്പോഴും സ്ഥിരനിഷ്ഠനായിരിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ എന്തുണ്ടാവില്ല? ആസക്തി ഉണ്ടാവില്ല, വിരക്തി ഉണ്ടാവില്ല. കാരണം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ആര്? കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തി. അപ്പൊ തന്റെ ഉദ്യമങ്ങൾക്ക് സാഫല്യം ഉണ്ടായില്ലെങ്കിലും ഭക്തൻ ഒരിക്കലും എന്ത് വരില്ല? ക്രോധം ഉണ്ടാവില്ല. ജയമോ പരാജയമോ ആകട്ടെ, കൃഷ്ണാവബോധമാർന്ന ആൾ എപ്പോഴും സ്ഥിരനിഷ്ഠനായിരിക്കും. അപ്പൊ അതിൽ ജയമായാലും പരാജയമായാലും കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്താ ആഗ്രഹിക്കുന്നില്ല? അതിന്റെ ഫലം ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ക്രോധം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഫലം ആഗ്രഹിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്, ഭഗവത് സേവനമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ക്രോധം ഉണ്ടാവില്ല. ആ ചെയ്ത കാര്യം നമുക്ക് നടന്നാലും ഇല്ലെങ്കിലും നമുക്ക് അവിടെ ക്രോധം ഉണ്ടാവില്ല. ജയവും പരാജയവും നമ്മൾ ചിന്തിക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? ഉത്കണ്ഠകൾ ഉണ്ടാകുന്നില്ല. കൃഷ്ണാവബോധമാർന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി സ്ഥിരനിഷ്ഠനായിരിക്കും ആ വ്യക്തി. യാ സർവത്രാനപി സ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നാതേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതായാലും ചീത്തയായാലും അതൊന്നും തന്നെ ബാധിക്കാതെ അതിനെ പുകഴ്ത്തുന്നുമില്ല, പുച്ഛിക്കുന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവനാണ് ആര്? സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നന്മ തിന്മകൾ അനുഭവപ്പെടാനിടയുണ്ട്. എന്നാൽ സർവമംഗളകാരിയായ നിരപേക്ഷ സത്യമായ കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള കൃഷ്ണാവബോധത്തിൽ ഉറച്ച ഭക്തനെ അവ ബാധിക്കില്ല. ഈ പ്രപഞ്ചം എങ്ങനെയാണ്? ദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഒന്നുകിൽ ദുഃഖം അല്ലെങ്കിൽ സുഖം. അതാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എപ്പോഴും എങ്ങനെയാണ്? നന്മ തിന്മ, ഈ ദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ് എന്ത്? ഈ ഭൗതിക പ്രപഞ്ചത്തില്. എന്നാൽ ഭഗവാനിൽ മാത്രം താല്പര്യമുള്ള ഒരു വ്യക്തി, കൃഷ്ണാവബോധം ഉറച്ചൊരു വ്യക്തിയാണെങ്കിൽ അവനെ എന്ത് ബാധിക്കില്ല? ഈ ദ്വന്ദ്ങ്ങളൊന്നും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. യഥാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയാണ്, ആമ എപ്രകാരമാണോ ആമയുടെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിച്ചു വെക്കുന്നത്, അതേപോലെ തന്നെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുള്ളവന് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് ആര്? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ വിഷപ്പാമ്പുകളോട് ഉപമിക്കാറുണ്ട്. നിയന്ത്രണത്തിന് വഴങ്ങാതെ പെരുമാറാനാണ് അവയ്ക്ക് ഇഷ്ടം. യോഗി ആവട്ടെ ഭക്തനാവട്ടെ പാമ്പാട്ടിയെ പോലെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. അയാൾ ഒരിക്കലും അവയെ തന്നിഷ്ടപ്രകാരം പെരുമാറാൻ വിടാറില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ എന്തിനോടാ ഉപമിക്കുന്നത്? വിഷപ്പാമ്പുകളോട്. കാരണം എന്താ പറയണത്? നിയന്ത്രണത്തിന് വഴങ്ങാത്ത പെരുമാറാനാണ് അതിനിഷ്ടം. അപ്പൊ ഈ ഒരു യോഗി ആയാലും ഒരു ഭക്തനായാലും എന്തിനു കഴിവുണ്ടാവണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു യോഗിക്ക് ഉണ്ടാവണം, ഒരു ഭക്തന് ഉണ്ടാകണം.
അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഇന്ദ്രിയങ്ങളെ അവരുടെ ഇഷ്ടത്തിന് തന്നിഷ്ടത്തിന് പെരുമാറാനായിട്ട് സമ്മതിക്കില്ല, വിടാറില്ല. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഭഗവത് സേവനത്തിനായി അർപ്പിക്കുക എന്നതാണ് അർജുനന് ലഭിക്കുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളെ സദാ കൃഷ്ണ സേവനത്തിൽ വ്യാപ്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണം അവയെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ആമയുടേതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇന്ദ്രിയങ്ങൾ എന്ത് വേണം, ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം, സേവനത്തിനായിട്ട് അർപ്പിക്കുക. അതാണ് ഇവിടെ അർജുനന് ലഭിക്കുന്ന ഉപദേശം. എപ്പോഴും ഇന്ദ്രിയങ്ങളെ സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതരാക്കി കഴിഞ്ഞാല് നമുക്ക് എന്ത് സാധിക്കും, പിന്നെ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല. അതിന് ഉദാഹരണം പറയുന്നത് ആരെങ്ങനെയാണ്, ആമ എങ്ങനെയാണ്, ആവശ്യമില്ലാത്ത സമയത്ത് ആമയുടെ എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക് ചുരുക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പിൻവലിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. വിഷയ വിനിർത്തന്തെ നിരാഹാരസ്യ ദേഹിന രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖത്തോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പൊ വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾക്ക് എന്താവാൻ സാധിക്കും, സ്ഥിതപ്രജ്ഞനാകാനായിട്ട് സാധിക്കും. അപ്പൊ വിഷയങ്ങളുടെ താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായിട്ടുള്ള ആത്മാവിന് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള പ്രക്രിയകളെല്ലാം അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നത് കൊണ്ട് അയാൾക്ക് എന്താവാൻ സാധിക്കും, സ്ഥിതപ്രജ്ഞനാകാനായിട്ട് സാധിക്കും. യതതോ ഹ്യപ്പി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനാം. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അത് ബലാത്കാരണം വലിച്ചു നീക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അടക്കമില്ലാത്തതാണ്, കരുത്തുള്ളതാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവനൊരു വിവേകിയാണെങ്കിൽ പോലും അത് ബലാത്കാരമായിട്ട് വലിച്ചു നീക്കുന്നതാണെന്നാണ് ഇവിടെ ആര് പറയുന്നത്, ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയങ്ങള് അടക്കമില്ലാത്തതാണ്, കരുത്തുള്ളതാണ്. അർജുനനോട് പറയാണ്, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സ് അവൻ വിവേകിയായിരിക്കാം, പക്ഷെ അതിനെ ബലാത്കാരണം വലിച്ചു നീക്കാൻ ആർക്ക് സാധിക്കും, ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കും. മഹർഷിയും വിശിഷ്ട യോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ട് കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയ ജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കത്തക്കെ തന്നെ മേനകയാൽ വഴിപിഴക്കപ്പെട്ടു. അപ്പൊ നമുക്കറിയാം വിശ്വാമിത്രൻ യോഗ പരിശീലനം കൊണ്ടും കർക്കശമായിട്ടുള്ള തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയ ജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മേനകയാൽ വഴിപിഴക്കപ്പെടുന്നത്. കൃഷ്ണാവതാരത്തിൽ മുഴുകിയിരുന്ന അംബരീഷ് മഹാരാജാവ് ദുർവാസ മഹർഷിയെ പരാജിതനാക്കി. അപ്പൊ നമുക്കറിയാവുന്നതല്ലേ, കൃഷ്ണാവതാരത്തിൽ മുഴുകിയിട്ടുണ്ടായിരുന്ന അംബരീഷ് മഹാരാജാവിന് എന്ത് സാധിച്ചു, ദുർവാസ മഹർഷിയെ പരാജിതനാക്കാനായിട്ട് സാധിച്ചു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വാശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിതബുദ്ധിയുള്ളവൻ. ഇന്ദ്രിയങ്ങളെ മുഴുവനായിട്ടും നിയന്ത്രിച്ചിട്ട് ഭഗവാനിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനെ നമുക്ക് എന്ത് പറയാം, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പൊ ഇന്ദ്രിയങ്ങളെ മുഴുവനായിട്ട് നിയന്ത്രിക്കാൻ അത് ഭഗവാനിൽ തന്നെ ഉറപ്പിക്കാം. അവബോധം ഭഗവാനിൽ ഉറപ്പിക്കുന്നവന് സ്ഥിതബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിലുള്ളതെന്തും ദഹിപ്പിക്കുന്നത് പോലെ യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ സർവ്വ മാലിന്യങ്ങളെയും ഭസ്മീകരിക്കുന്നു. അപ്പൊ ഒരു ആളിക്കത്തുന്ന തീനാളം അത് ആ മുറിക്കുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ദഹിപ്പിച്ച് കളയുന്നത് പോലെയാണ് യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ എല്ലാ മാലിന്യങ്ങളും ഭസ്മീകരിക്കുന്നു. യോഗാസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ്. ശൂന്യതയെയല്ല വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാകണം, ഭഗവത് ഭക്തരാകണം. അതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. അപ്പൊ യോഗാസൂത്രത്തിലും പറയുന്നത് എന്താണ്, ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ആ ശൂന്യത്തെ ആ ബ്രഹ്മത്തെ ധ്യാനിക്കാനല്ല പറയുന്നത്. വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന ഈ നാമമാത്രരായിട്ടുള്ള യോഗികള്
എന്താണ് സമയം പാഴാക്കാണ് ചെയ്യുന്നത്. കൃഷ്ണാവബോധമുള്ളവരാണ് ആകേണ്ടത് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ ഭക്തന്മാരാകണം. ഇതാണ് എന്ത് യോഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സമയം പാഴാക്കാണ് ചെയ്യുന്നത് എന്നിവിടെ പറയുന്നത്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘ സംജായതേ കാമ കാമ ക്രോധാഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉണ്ടാകുന്നു. അപ്പൊ നമ്മളൊരു ഇന്ദ്രിയ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് അതിൽ എന്ത് വരും? ആസക്തി വരും. ആസക്തിയിൽ നിന്ന് നമുക്ക് എന്ത് വരും? കാമം വരും. കാമത്തിൽ നിന്ന് നമുക്ക് ക്രോധം ഉണ്ടാവും. നമ്മള് ഇത് സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്കതിൽ ആസക്തി ഉണ്ടാകും. ആസക്തിയിൽ നിന്ന് കാമം ഉണ്ടാകും. കാമത്തിൽ നിന്ന് നമുക്ക് ക്രോധം ഉണ്ടാകും. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ആ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് എന്ത് വരും? കൂടുതൽ കൂടുതൽ നമുക്ക് അതിനോട് ആസക്തി വന്നു തുടങ്ങും. ആസക്തി ഉണ്ടാവുമ്പോൾ നമുക്കത് വേണം വേണം എന്നുള്ളൊരു ആഗ്രഹം വരും. ആഗ്രഹം വരുമ്പോ നമുക്ക് അവിടെ എന്ത് വരും? ക്രോധം വരും. ക്രോധം വരുന്ന എന്തുകൊണ്ടാണ്? നമുക്കത് നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതീന്ദ്രിയ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അവ തീർച്ചയായും ഭൗതികതയെ സേവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഇന്ദ്രിയങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഏതെങ്കിലും ഒന്നിൽ അതിനെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്യിപ്പിക്കണം. അതീന്ദ്രിയ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഭഗവാനെ സേവിക്കാനായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഭൗതികതയെ സേവിക്കാൻ തുടങ്ങും. ആ ഭഗവാനെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് നമുക്ക് അറിയാം, ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിന് മാറ്റം വരും. ഇന്ദ്രിയങ്ങൾ അശുദ്ധരാകും. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തിനെ സേവിക്കും? ഭൗതികതയെ സേവിക്കും. പരമശിവൻ സമാധിസ്ഥനായിരുന്നിട്ടും പാർവതി ദേവി അദ്ദേഹത്തിൽ ഇന്ദ്രിയ സുഖേച്ഛയെ ഉണർത്തുകയും തൽഫലമായി കാർത്തികേയൻ ജനിക്കുകയും ഉണ്ടായി. ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ യുവഭക്തനായിരുന്നപ്പോൾ മായാദേവിയുടെ അവതാരം പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും കൃഷ്ണ ഭഗവാനിലുള്ള കറയറ്റ ഭക്തി മൂലം ഹരിദാസ് ആ പരീക്ഷണത്തിൽ നിഷ്പ്രയാസം വിജയിക്കുകയുണ്ടായി. ഇപ്പൊ മഹാദേവൻ സമാധിസ്ഥനായിരുന്നിട്ടും പാർവതി ദേവി അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ സുഖേച്ഛയെ ഉണർത്തിയിട്ടാണ് കാർത്തികേയൻ ജനിച്ചത്. അതുപോലെ തന്നെ ഹരിദാസ് ഠാക്കൂർ, നാമാചാര്യനായ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ഭഗവാന്റെ യുവഭക്തനായിരുന്ന സമയത്ത് മായാദേവിയുടെ ഒരു അവതാരം അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഭഗവാനിലുള്ള കറയറ്റ ഭക്തി മൂലം ആ പരീക്ഷണത്തിൽ ആര് വിജയിച്ചു? ഹരിദാസ് ഠാക്കൂർ വിജയിച്ചു. യമുനാചാര്യ പ്രതിപാദിക്കുന്നു, ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയാനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതാണ് ഭക്തന്റെ വിജയരഹസ്യം. അതായത് ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ എന്താണ്? ഭഗവാന്റെ സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയാനന്ദം ആസ്വദിക്കുന്നത് കൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും അവഗണിക്കാൻ ആർക്ക് സാധിക്കും? ഒരു ആത്മാർത്ഥതയുള്ള ഭക്തന് സാധിക്കും. ഇതാണ് ആ ഭക്തന്റെ വിജയരഹസ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ക്രോധാത്ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴവിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയറ്റിലേക്ക് വീണ് സർവനാശം പ്രാപിക്കുന്നു. അപ്പൊ ക്രോധത്തിൽ നിന്ന് സമ്മോഹം ഉണ്ടാകും, സമ്മോഹത്തിൽ നിന്ന് ഓർമ്മപ്പിഴവിൽ നിന്ന് ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശം സംഭവിക്കുന്നു. തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്ദ്രിയാസക്തി. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ആസക്തിയാണ് നമ്മളെ തുടക്കം. ലാസ്റ്റ് നമുക്ക് സർവനാശം സംഭവിക്കുന്നു. ഭഗവത് സേവനത്തിന് ഉപയുക്തമാകാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് കൃഷ്ണാവബോധത്തിന്റെ വികാസത്തിൽ ഭക്തന് മനസ്സിലാകും. കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊഴിയാൻ വേണ്ടി കൃത്രിമ ഉപായങ്ങൾ തേടുന്നത്. അവരുടെ നാമമാത്രമായ ഈ ത്യാഗത്തെ ഫൽഗു അഥവാ അപ്രധാന വൈരാഗ്യം എന്ന് പറയുന്നു. അപ്പൊ ഭഗവത് സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൃഷ്ണാവബോധത്തിന്റെ വികാസത്തില് ഭക്തന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ
കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവരാണ് എന്ത് ചിന്തിക്കുന്നത്? ഈ ഭൗതികമായ വിഷയങ്ങളിൽ നിന്ന് ഒഴിയാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ഉപായങ്ങള് തേടുന്നത്. നാമമാത്രമായ അവരുടെ ത്യാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൽഗു വൈരാഗ്യം അല്ലെങ്കിൽ അപ്രധാനമായ വൈരാഗ്യം എന്ന് പറയുന്നത്. ഉദാഹരണമായ ഒരു വ്യക്തി, ഒരു അവ്യക്തിഗത വ്യക്തിക്ക് ഭഗവാൻ അഥവാ കേവല തത്വം അരൂപിയായാൽ ഭോക്താവല്ല, അരൂപിയാകിയാൽ ഭോക്താവല്ല. അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കാൻ യത്നിക്കും. മറിച്ച് കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദകൻ എന്നറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത് കൈക്കൊള്ളുന്നു. ഇങ്ങനെ എല്ലാം ആയിരുന്നത് കൊണ്ട് പതനം ആകുന്ന അപകടം സാധ്യതയില്ല. ഇവിടെ പറയുന്നത് ചിലരെന്താ ചെയ്യുന്നത്? ഒരു അവ്യക്തിഗതവാദിക്ക് ഭഗവാൻ കേവല തത്വം അരൂപിയായതുകൊണ്ട് ഭഗവാൻ ഭോക്താവല്ല, അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ മുഴുവനും ഉപേക്ഷിക്കാൻ യത്നിക്കും. മറിച്ച് കൃഷ്ണനാണ് സർവോത്തമൻ എന്ന് ആസ്വാദകനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? എല്ലാതും ഭഗവാന് സമർപ്പിച്ചതിന് കൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ആത്മീയമായത് കൊണ്ട് തന്നെ അതിനൊന്നും എന്ത് വരുന്നില്ല? പതനം സംഭവിക്കുന്നില്ല. അപ്പൊ അതൊന്നും പതനം സംഭവിക്കുന്നില്ല, അപകട സാധ്യത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ എല്ലാതും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? അപ്രധാനമായിട്ടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത് നാമമാത്ര വൈരാഗ്യം. അതിനാണ് അതായത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ ഭഗവാൻ ഉപയോഗിക്കുന്നില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുക. പക്ഷെ അതാണ് പറഞ്ഞത്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം ഭഗവാന്റെ സേവനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. അപ്പൊ അത് ആത്മീയമായത് കൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് സംഭവിക്കില്ല? പിന്നെ അവിടെ പതനം സംഭവിക്കുന്നില്ല, അപകട സാധ്യത ഇല്ല. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനീന്ദ്രിയൈശ്ചര്യൻ ആത്മവൈശ്ചേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. അപ്പൊ രാഗദ്വേഷങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴിയിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കും? ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനായിരിക്കും. കൃഷ്ണനെ അഭിതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യും. തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമുള്ളതായതുകൊണ്ട് ഭക്തൻ അവയ്ക്കുമേൽ നിയന്ത്രണങ്ങളുണ്ട്. വൈഷ്ണിക മേഖലയിൽ ആസക്തരാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹൈതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്ന് മാത്രമായതുകൊണ്ട് അദ്ദേഹം മറ്റുള്ള എല്ലാത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും മുക്തനായിരിക്കും. കൃഷ്ണന് ഇഷ്ടമാണെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അദ്ദേഹം ചെയ്യും, ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ. കൃഷ്ണൻ ഇഷ്ടമില്ലെങ്കിലോ ചെയ്യാൻ ഇടമുള്ളതെല്ലാം വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. ഭഗവാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചായതുകൊണ്ട് ആ ഭക്തന് അതിനുമേൽ നിയന്ത്രണങ്ങളുണ്ട്. വൈശിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹൈതുകമായിട്ടുള്ള ഭഗവത് പ്രസാദമാണ് എന്ത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഒരു ഭക്തന് കൈവരിക്കുന്ന അഹൈതുകമായിട്ടുള്ള ഭഗവാന്റെ പ്രസാദമാണ് കൃഷ്ണാവബോധം. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപി ചായതേ പ്രസന്ന ചേതസാഹ്യാശു ബുദ്ധി പരിവതിഷ്ഠിതേ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകില്ല. സംതൃപ്തമായ ഈ അബോധത്തിൽ അയാൾ താമസം വിന സ്ഥിര പ്രതിഷ്ഠ നേടുന്നു. കൃഷ്ണാവബോധത്തില് ഇപ്രകാരം തൃപ്തനായ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവില്ല? ത്രിവിധ ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല. സംതൃപ്തനായിട്ടുള്ള ഈ അവബോധത്തിൽ അയാൾ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ഥിര പ്രതിഷ്ഠനായിരിക്കും. നാസ്തി ബുദ്ധിരയുക്തസ്യ നാചായുക്തസ്യ ഭാവന നാചാഭാവയതശാന്തിരശാന്തസ്യ കുദാ സുഖം. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല, സമാധാനം കൈവരിക്കാൻ സാധിക്കില്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? ഇവിടെ പറയുന്നത്
ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വ്യക്തിക്ക് എന്തുണ്ടാവില്ല? ദിവ്യ മനസ്സോ ഉറച്ച മനസ്സോ ദിവ്യ ബുദ്ധിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സമാധാനം കൈവരിക്കാൻ അയാൾക്ക് സാധിക്കില്ല. സമാധാനം കൈവരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല? സുഖം എവിടെയെന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല. ഒരു ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് ഏതൊന്നിന്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെയും സുഹൃത്തും എന്ന് മനസ്സിലാക്കിയവർ സ്ഥിരചിത്തതയാർന്ന സമാധാനം നേടാം. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആത്യന്തികമായ ഔന്നിത്യവും ശാന്തിയും വരിച്ചയാളെ പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുത്തുന്നതുമായ പ്രശാന്താവസ്ഥയാണെന്ത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഒരു അന്തിമ ലക്ഷ്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സ് അസ്വസ്ഥമാകും. അപ്പൊ ഭഗവാൻ നമുക്ക് എന്താണ്? ഭഗവാൻ ഏതൊന്നിന്റെയും ആസ്വാദകനാണ്, ഉടമയാണ്, എല്ലാവരുടെയും സുഹൃത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സമചിത്തതയാർന്ന സമാധാനം നേടാനായിട്ട് നമുക്ക് സാധിക്കും. നേരെ മറിച്ചിവിടെ കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിലെ ആധ്യാത്മികമായ ഔന്നിത്യവും ശാന്തിയും വരിച്ച ആളെ പോലെ ഭാവിച്ചാലും അശാന്തനും ദുഃഖിതനുമായിട്ടാണ് അയാള് കാണപ്പെടുന്നത്. എപ്പോഴും അങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാകുന്ന വെളിപ്പെടുന്നതുമായിട്ടുള്ള പ്രശാന്താവസ്ഥയെ നമുക്ക് എന്ത് പറയാം? കൃഷ്ണാവബോധം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനോ വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമാവിവാംബസി. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി അത് വലിച്ചിഴയ്ക്കുന്നു. അപ്പൊ വെള്ളത്തിലെ തോണി കൊടുങ്കാറ്റത്ത് കിടന്ന് ആടുന്നത് പോലെ അതിലേതെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി അതെന്ത് ചെയ്യും? അത് വലിച്ചിഴയ്ക്കും. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്ന് മാത്രം മതി ഭക്തനെ ദിവ്യയുടെ പുരോഗതി പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കണം. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ അതിൽ ഒരെണ്ണം മതി നമ്മളെ എന്ത് മാറ്റാനായിട്ട്, ആ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ട്. അംബരീഷ് ചരിത്രത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ ഭഗവാന്റെ സേവനത്തിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം എന്നാണ് മനസംയമനത്തിനുള്ള ശരിയായ മാർഗം എന്ന് പറയുന്നത്. അതാണ്. തസ്മാദസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ അതുകൊണ്ട് പറയാണ്, കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളെ നമുക്ക് എന്ത് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. ഇന്ദ്രിയങ്ങളെ മനുഷ്യൻ പ്രയത്നം കൊണ്ട് നമുക്ക് ഒതുക്കാനാകില്ല. അവയെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് സേവനത്തിലുമായിട്ട് എപ്പോഴും ഏർപ്പെടുത്തി കൊടുക്കണം. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസിനായ ഒരു ആത്മീയ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പഠിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനാണ്. അപ്പൊ കൃഷ്ണാവബോധത്തോടെ വേണം നമ്മൾ ആരാകാൻ? സ്ഥിതപ്രജ്ഞനാകാൻ. അപ്പൊ വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് മുക്തിക്ക് യോഗ്യനാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് എന്താവുന്നത്? സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനാകുന്നത്. യാനിശാ സർവഭൂതാനാം യസ്തസ്യാം ജാഗർതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാനിശ പശ്യതോ മുനെ. സർവ്വജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഇവിടെ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ സംയമനം കൈവരിച്ചവരെങ്ങനെയാണ്? കൈവരിച്ചവൻ ഉണർന്നിരിക്കും. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായിട്ടുള്ള മുനിക്ക് നിശാകാലമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതായത് എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ആത്മസംയമനം പാലിച്ച വ്യക്തി ആത്മസംയമനം പാലിച്ച വ്യക്തിക്ക് രാത്രിയാണ്. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ്? നിശാകാലം, രാത്രി. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ രാത്രിയായിരിക്കുമ്പോ ഇയാൾക്ക് എങ്ങനെയായിരിക്കും?
ഇയാള് ഉണർന്നിരിക്കുന്നവനായിരിക്കും. അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായിട്ടുള്ള മനുഷ്യന്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. എന്നാൽ ഭൗതികവാദിക്ക് ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഈ രാത്രിയിൽ നിദ്രയിലാണ്ടു പോകുന്നു. അന്തശ്ചക്ഷുസായ മനുഷ്യൻ പ്രാപഞ്ചിക സുഖങ്ങളെ പറ്റി എപ്പോഴും ഉദാസീനനാണ്. പ്രത്യാഘാതങ്ങളിൽ അസ്വസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു. അപ്പൊ അന്ധചക്ഷുസായിട്ടുള്ള മനുഷ്യൻ പ്രാപഞ്ചിക സുഖദുഃഖങ്ങളെ പറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? ഉദാസീനനായിരിക്കും. പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു. കൂടെ അന്ധചക്ഷുഷായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള സുഖദുഃഖങ്ങളെ പറ്റി എപ്പോഴും അയാൾ എങ്ങനെയായിരിക്കും? ഉദാസീനനായിരിക്കും. ഒരു വ്യക്തി, അന്ധചക്ഷുസായിട്ടുള്ള വ്യക്തി പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രവർത്തനം തുടരും. അപ്പൊ അയാൾ ഒരിക്കലും എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ആ വ്യക്തി എങ്ങനെയാണ്? ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. അപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപാ പ്രവിശന്തി തത്വാത് കാമയം പ്രവിശന്തി സർവേ സാ ശാന്തിമാപ്നോതി ന കാമകാമി. എപ്പോഴും നിറയ്ക്കപ്പെട്ടു കൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധമാകാത്ത മനുഷ്യൻ മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അപ്പോ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എത്തിച്ചേരുന്നത് പോലെ ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധമാകാതെ മനുഷ്യൻ മാത്രമാണ് എന്ത് ലഭിക്കുന്നത്? ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്ന വ്യക്തിക്കല്ല, ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്ന വ്യക്തിക്കല്ല ശരിക്കും ശാന്തി കിട്ടുന്നത്. ആഗ്രഹങ്ങൾ പ്രക്ഷുബ്ധനാകാത്ത വ്യക്തിക്കാണ് എന്ത് കിട്ടുന്നത്? ശാന്തി ലഭിക്കുന്നത്. ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും മോക്ഷേച്ഛുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികളെല്ലാം ആഗ്രഹ നിവർത്തി കൈവരാത്തത് കൊണ്ട് എപ്പോഴും ദുഃഖിതരാണ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അത് നിവർത്തിക്കാതെ വരുമ്പോ എല്ലാവർക്കും എന്തുണ്ടാവും? ദുഃഖങ്ങൾ ഉണ്ടാവും. കൃഷ്ണാവബോധമാർന്ന ആളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ്. തനിക്ക് നിറവേറ്റാനായിട്ട് യാതൊരു ആഗ്രഹവുമില്ല. വാസ്തവത്തിൽ അയാൾ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടി ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങൾ ഏതുമില്ല. അതുകൊണ്ട് അവർ പരിപൂർണമായ ശാന്തി നേടുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവര്, മോക്ഷേച്ഛുക്കള്, നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികൾ, ഇവരൊക്കെ എങ്ങനെയാണ്? ആഗ്രഹ നിവർത്തി കൈവരിക്കാത്തതുകൊണ്ട് ദുഃഖിതരായിരിക്കും എപ്പോഴും. കൃഷ്ണാവബോധമാർന്ന ആളാണെങ്കിലോ ഭഗവാന്റെ സേവനം കൊണ്ട് സംതൃപ്തനായിരിക്കും. തനിക്ക് നിറവേറ്റാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ അയാൾ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ആ വ്യക്തി ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനവും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണഭക്തൻ എന്തില്ല? ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കൃഷ്ണഭക്തൻ എന്ത് സാധിക്കും? പരിപൂർണമായിട്ടുള്ള ശാന്തി നേടാനായിട്ട് സാധിക്കും. വിഹായ കാമാൻ യ സർവാൻ പുമാം ശരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാര ശാന്തിമതി ഗച്ഛതി. എല്ലാ വൈശിക ശാന്തി അധികച്ചതി എന്നല്ലേ? അതാണ് ഞാനിപ്പോ നോക്കിയത്. ആ ശ്ലോകത്തിൽ നിർമ്മമോ നിരഹങ്കാര സാ ശാന്തിമതി ഗച്ഛതി. കൂടെ പറഞ്ഞത് എല്ലാ വൈശിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാ തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. അപ്പൊ വൈശികമായിട്ടുള്ള അഭിലാഷങ്ങളിൽ നിന്ന് സ്വയം മുക്തനായിട്ട് എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായിട്ട് നിസ്പൃഹനായിട്ട് വർത്തിക്കുന്നവന് മാത്രം എന്ത് സാധിക്കും? ശാന്തി നേടാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ തരത്തിലും ഉടമസ്ഥാവകാശ ബോധമില്ല, വൈശിക വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല, മിഥ്യാഹംഭാവം ഉപേക്ഷിച്ചവനാണ്. അങ്ങനെയുള്ളവർക്കാണ് എന്ത് ലഭിക്കുന്നത്? ശാന്തി ലഭിക്കുന്നത്.
അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും കൃഷ്ണാവബോധം ഉളവായപ്പോൾ കൃഷ്ണന്റെ വരുതി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. തനിക്ക് ആഗ്രഹമില്ലെങ്കിലും കൃഷ്ണന് വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ തന്റെ കഴിവത്ര ഉപയോഗിക്കുകയും ചെയ്തു. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ്, ആഗ്രഹങ്ങൾ ഒഴിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ലത്. അപ്പോൾ അർജുനന് യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അർജുനൻ എന്ത് ചെയ്തു? ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പൊ തനിക്ക് ആഗ്രഹമില്ലെങ്കിലും അർജുനനോട് എന്ത് ചെയ്യാണ്? ഭഗവാന് വേണ്ടിയിട്ട് കഴിയുന്നത്ര യുദ്ധം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വാസ്തവത്തില് അർജുനൻ ചെയ്തത് എന്താണ്? നിഷ്കാമതയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളെ ഒളിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല ചെയ്യുന്നത്. അവിടെ അർജുനൻ ചെയ്യുന്നത് നിഷ്കാമമാണ് ചെയ്യുന്നത്. ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണന്റെ ചെറിയൊരു അംശമാണെന്നും അങ്ങനെയുള്ള അതിന്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനോട് തുല്യമായി അതിലും ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായ അതീന്ദ്രിയ ജ്ഞാനം. ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിന്റെ മൗലിക തത്വം. അപ്പൊ ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട കൃഷ്ണന്റെ ചെറിയൊരു അംശം മാത്രമാണ്. അങ്ങനെയുള്ള അതിന്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനു തുല്യമോ അതിനും ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണെന്ത്? ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ കൃഷ്ണാവബോധം തന്നെയാണ് എന്ത്? യഥാർത്ഥ മൗലിക തത്വം എന്നും പറയുന്നത്. ഏഷാ ബ്രഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഷ്യതി സ്ഥിത്വാസാമന്ത്യകാലേപി ബ്രഹ്മ നിർവാണമൃച്യതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിൽ അതേ സ്ഥിതി തുടരുന്നവൻ ധാമത്തിലെത്തും. അപ്പോൾ പറഞ്ഞത് ഏതൊന്നിലെത്തിയാലാണോ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നത് ആ ആത്മീയവും ദൈവികവുമായിട്ടുള്ള പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞാല് മരണവേളയിലും ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? സ്ഥിതപ്രജ്ഞനായിട്ട് തുടരാൻ, അതേ സ്ഥിതി തന്നെ തുടരാനായിട്ടും ഭഗവത് ധാമത്തിലെത്താനായിട്ടും സാധിക്കും. കൃഷ്ണാവബോധം അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടെന്ന് വരാം. ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്ക് ശേഷം ആ സ്ഥിതിയിൽ എത്തിയില്ലെന്നും വരാം. ചിലർക്ക് പെട്ടെന്ന് അനുഭവപ്പെടാം, ചിലർക്ക് എത്ര കഴിഞ്ഞാലും എത്തിയില്ലെന്നും വരാം. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന്റെയും അത് അംഗീകരിക്കുന്നതിന്റെയും പ്രശ്നമാണിത്. മരണത്തിന് അല്പം മുമ്പ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഖഡ്വാംഗ മഹാരാജാവ് പരമാവസ്ഥ നേടി. ഖഡ്വാംഗ മഹാരാജാവ് നിമിഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എന്ത് നേടിയത്? ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ഭക്തി വിനോദ് ഠാക്കൂർ 2ാമത്തെ അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ. രണ്ടാമത്തിൽ അധ്യായത്തിലെ കർമ്മയോഗം പിന്നെ ജ്ഞാനയോഗവും വിശദമായി പ്രതിയോഗിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം എന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടം ഇതിലൂടെ കിട്ടുന്നു. അപ്പോൾ പറയണത് ഈ അധ്യായം ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം ഇതാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങള്. ഭഗവത്ഗീത ഈ അധ്യായത്തിലെ കർമ്മയോഗം, ജ്ഞാനയോഗം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം എന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്കുള്ള എത്തിനോട്ടമാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ എല്ലാത്തിന്റെ ലക്ഷ്യം ഭക്തിയോഗമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.